Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. ദേശീയ മത്സ്യ കർഷക ദിനാചരണം നടത്തി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ വെച്ച് മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ അധ്യക്ഷത വഹിച്ചു. ഒരു പക്ഷേ മത്സ്യത്തിന്റെ വില നിയന്ത്രിക്കുന്നതിനും മലയാളികളെ സംബന്ധിച്ചും എല്ലാം തന്നെ ചെറുകിട മത്സ്യ കർഷകരാണ് ഇതിനൊരു പരിധിവരെ. ചെറുകിട മത്സ്യ കർഷകരുടെ മത്സ്യങ്ങളാണ് സാധാരണക്കാരെ ആളുകൾക്ക് വളരെ വിലക്കുറവിൽ ഉപയോഗിക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 വർഷമായി ചെറുകിട മത്സ്യ കർഷകരും വലിയ പ്രതിസന്ധികളിലാണ് കടന്നു പോകുന്നത്. കാരണം സബ്സിഡി ഒക്കെ കിട്ടാൻ ഒരുപക്ഷെ വൈകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം മുൻപുണ്ടായ വലിയൊരു പ്രതിസന്ധി പെരിയാറിലൂടെ രാസമാലിന്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി വ്യവസായശാലകൾ, ആ വ്യവസായശാലകളിൽ നിന്ന് രാസമാലിന്യം പെരിയാറിലൂടെ ഒഴുകിയത് മൂലം കൂട് മത്സ്യകൃഷി ചെയ്യുന്ന അടക്കമുള്ള നിരവധി കർഷകർ നേരിട്ട വലിയ പ്രതിസന്ധി അതും നമ്മുടെ മുന്നിലുണ്ട്. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രസ്യ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും തന്നെ മത്സ്യം കഴിക്കുന്നവരാണ്. നമ്മളുടെ ആഹാരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മത്സ്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ വീടുകളിലും ഇതുപോലെ തന്നെ മത്സ്യം വളർത്തുന്നതിനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഇതോടുകൂടി ഒരുക്കുന്നത്. അപ്പൊ 2-3 മത്സ്യങ്ങളാണ് ഇതിൽ വളർത്തുന്നതിനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. കട്ല, റോഗ്, മൃഗാൾ എന്നീ മത്സ്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ വീടുകളിലും 3 സെന്റ് സ്ഥലത്തിൽ ഒതുങ്ങി അത്രയെങ്കിലും വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിന്റെ ലൊക്കേഷനൊക്കെ എടുത്ത് വില്ലേജിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ലഭിക്കുമെന്ന് പറഞ്ഞത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലാലി ആൻഡു മികച്ച വനിതാ കർഷകയായ ലിജി ആൻഡുവിനെയും മികച്ച മുതിർന്ന കർഷകനായ ജോസ് മണവാളനെയും ആദരിച്ചു. കൃഷി ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യവും ഓരോ അനുഭവങ്ങളാണ്. ചിലപ്പോൾ ഇടുന്ന കുഞ്ഞുങ്ങൾ ഇതെല്ലാം മീൻ വിൽക്കുന്നതിൻ്റെ തലയാഴ്ചയിലായിരിക്കും ചിലപ്പോൾ 600-700 മീനുകളൊക്കെ ചിലപ്പോൾ ചത്തു പോകും. അപ്പം അങ്ങനെ തന്നെ ബയോഗ്യാസിലേക്ക് വാരിയിടും. അങ്ങനെ ആ വർഷം നഷ്ടം വരും. എങ്കിലും ഇത് വിജയിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു വാശിയിൽ വീണ്ടും ഞങ്ങൾ പടലപ്പുറത്തിൽ തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു 2 ദിവസം ആ കാറ്റിലും മഴയിലും ഇട്ട് അത് കയറി. പിന്നെ അതിൽ തന്നെ മാണിക്യമംഗലത്തുള്ള ബിജു എന്ന് പറഞ്ഞ ഒരുത്തനെ കൊണ്ട് സർക്കുലേറ്ററി അക്വപോണിക്സ് ആയിട്ട് ഒരു രീതിയിൽ തന്നു. മഞ്ഞപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല കുമാരി വേണു, കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്രാൻ തുടങ്ങിയവർ സംസാരിച്ചു.